ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഗംഗ കടലിൻ്റെ കരയിൽ നിന്നുകൊണ്ട് താനും വിനീതേട്ടനും തമ്മിലുള്ള പ്രണയരംഗങ്ങളൊക്കെ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് യാഥാർത്ഥ്യബോധം വരുന്ന ഗംഗ ചുറ്റും നോക്കുക. അപ്പം വിനീതിനെയോ കൂടെ വന്ന ആരും കാണുന്നില്ല. ഇവരൊക്കെ ഇത് എവിടെ പോയി എന്ന് ചിന്തിക്കുക. പെട്ടെന്നാണ് ഒരു കാറ്റാടിയും പിടിച്ച് ഒരു ഗ്ലാസും കണ്ണയിൽ വെച്ചുകൊണ്ട് നമ്മുടെ വിനീതും സലമിക്കും കൂടി ഓടി വരുന്നത്. കൊച്ചു കുട്ടികൾ വരുന്ന പോലെയുള്ള അവരുടെ വരവ് കാണുമ്പം ഗംഗ ഇതെന്താ സംഭവം എന്നുള്ള രീതിയിൽ അന്തിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇത് എന്ത് കോലോ വിനീതേട്ട എന്ന് ചോദിക്കുക. അതെന്താ ഗംഗ നീ അങ്ങനെ പറഞ്ഞത്? ഇതൊക്കെ ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചതാ. ഇത് നോക്കിക്കേ കാറ്റാടി, പിന്നെ ഇത് ഗ്ലാസ്, ഇത് നോക്കിക്കേ കളർ ഗ്ലാസ്, ഇത് 950 രൂപയ്ക്ക് ഞാൻ മേടിച്ചതാ. 1000 രൂപയാ കടയിലെ ഉടമസ്ഥൻ പറഞ്ഞത്, പക്ഷെ ഞാൻ വില പേശി 950 രൂപയ്ക്ക് മേടിച്ചു. എന്ത്, ഈ ഗ്ലാസ്സോ, ഈ കളർ ഫ്രെയിമുള്ള ഗ്ലാസ്സിന് 950 രൂപയോ എന്നപ്പോൾ ഗംഗ ചോദിക്കും. അതെന്താ ഗംഗ കൊച്ചെ അങ്ങനെ പറയുന്നേ എന്ന് അപ്പം സലിമിക്ക ചോദിക്കും. എൻ്റെ പൊന്ന് വിനീതേട്ടാ, ഇതേ പുഷ്പവാടിയിൽ ഉത്സവ പറമ്പിൽ 50 രൂപയ്ക്ക് കിട്ടുന്ന ഗ്ലാസ്സാ. ഇത് നിങ്ങളെ ആ കടക്കാരൻ പറ്റിച്ചതാ എന്ന് പറയാ. ഇത് അങ്ങനത്തെ ഗ്ലാസ് ഒന്നും അല്ല, ഇത് ദുബായിൽ ഷെയ്ഖുമാര് വെക്കുന്ന ഗ്ലാസ് ആണെന്നാ പറഞ്ഞത്. ഇതിനെ നല്ല വിലയാകും. 950 രൂപയ്ക്ക് തന്നെ അയാൾ ഞങ്ങളൊക്കെ ആയതുകൊണ്ട് വില കുറച്ച് തന്നതാ എന്ന് പറയാം. നിങ്ങൾക്ക് വില കുറച്ച് തരാൻ അയാൾക്ക് നിങ്ങളെ മുൻപരിചയം ഉണ്ടോ എന്ന് ഗംഗയപ്പ ചോദിക്കുക. നിങ്ങളെ പറ്റിച്ചതാ വിനീതേട്ടാ, ഇതേ 50 രൂപയുടെ ഗ്ലാസ്സാ നിങ്ങൾക്ക് 950 രൂപയ്ക്ക് തന്നത്. അങ്ങനെ വരാൻ വഴിയില്ല. ഇത് അടിപൊളി ഗ്ലാസ്സാ. ആ ഉത്സവ പറമ്പുകളിൽ നിന്ന് കിട്ടുന്ന ഗ്ലാസ്സുകൾ ഞാനെടുത്ത് വെച്ചിട്ടുള്ളതാണല്ലോ, അത് വെക്കുമ്പോഴുള്ള ഫീലല്ല. ഇത് നല്ല അടിപൊളിയാ ഗംഗ കണ്ണിന് എന്ന് പറയാൻ കേട്ടോ. ഇത് നോക്കിക്കേ കാറ്റാടി. അല്ല വിനീതേട്ടാ, എങ്കിൽ പിന്നെ ഈ നമ്മൾ ഈ പ്ലാവല വെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കില്ല, തൊപ്പി, പ്ലാവല കുത്തി ഒരു തൊപ്പി ഉണ്ടാക്കില്ലേ, ആ തൊപ്പി കൂടി ഒരെണ്ണെടുത്ത് വിനീതേട്ടൻ്റെ തലയിൽ വെക്കത്തില്ലായിരുന്നോ എന്ന് ചോദിക്കും. അയ്യോ ഗംഗെ, അതൊന്നും ഇവിടെ കിട്ടത്തില്ല എന്ന് പറയാം. ഇനി അതിൻ്റെ ഒരു കുറവ് കൂടി ഉള്ളൂ എന്ന് പറയാൻ കേട്ടോ. നമ്മുടെ ബേബി ചേട്ടൻ എവിടെ പോയി എന്ന് അപ്പോൾ പെട്ടെന്ന് വിനീത് ചോദിക്കുകയാണ്. ഞാൻ കണ്ടില്ല വിനീതേട്ടാ, ഇവിടെങ്ങും ഉണ്ടായിരുന്നില്ല. ഞാൻ കരുതിയത് നിങ്ങൾ 3 പേരും കൂടി ആയിരിക്കും പോയതെന്നാ എന്ന് ഗംഗ മറുപടി പറയും. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ബേബി ചേട്ടൻ അങ്ങോട്ട് വരുന്നത്. നിങ്ങളിവിടെ കടലിൻ്റെ ഭംഗിയും കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നോ എന്ന് ബേബി ചേട്ടൻ അവരോട് ചോദിക്കും. അല്ല, ബേബി ചേട്ടൻ ഇതെവിടെ പോയി? ഞാനും കടലിൻ്റെ ഭംഗി കാണാൻ വേണ്ടിയിട്ട് അങ്ങ് മാറിപ്പോയി നിൽക്കുമായിരുന്നു എന്ന് പറയാം. അപ്പോൾ സലിമൊക്കെ ചോദിക്കും, അല്ല ബേബി ചേട്ടൻ ഇതിനു മുന്നേ കടൽ കണ്ടിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കും. കടലൊക്കെ കണ്ടതാ. ഇത് പണ്ട് ഇതേ വർഷമായിരുന്നു എന്നെ സവാലി തേച്ചിട്ട് പോയത് എന്ന് പറയാം. സവാലിയോ, അതാരാ എന്ന് അപ്പോൾ വിനീത് ചോദിക്കും കേട്ടോ. നിനക്ക് ആ കഥ അറിയില്ലേടാ? ഇങ്ങനെ പണ്ട് കൊൽക്കത്തയിൽ ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഇയാളെ തേച്ചിട്ട് പോയൊരു പെണ്ണ, അതാണ് സഫാലി എന്ന് പറയൂ കേട്ടോ. ഞങ്ങൾ രണ്ടും ഈ ദിവസം കരയിലൂടെ ഇങ്ങനെ കൈകോർത്ത് നടന്നപ്പോഴാണ് അവളുടെ കല്യാണം ഉറപ്പിച്ച കാര്യം അവൾ എന്നോട് പറഞ്ഞത്. എന്നെ ഒരാങ്ങളെയായിട്ട് കണ്ടതുപോലും അങ്ങനെ അവൾ എന്നോട് പറഞ്ഞിട വിനീതേ എന്ന് പറയാം. ഈ ദിവസം അവളെ എനിക്ക് വല്ലാതെ ഓർമ്മ വരും. ഞാൻ കുറച്ചു നേരം കൂടി കടലിൻ്റെ ഭംഗി കാണട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് പോകും കേട്ടോ. അപ്പം ഗംഗയും കടലും നോക്കി ഇങ്ങനെ നിൽക്കുക. അല്ല ഗംഗയെ, നീ വരുന്നോ? നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചിട്ട് വരാം, ഐസ്ക്രീം മേടിച്ചിട്ട് വരട്ടെ എന്ന് പറയാം. ഞാൻ വരുന്നില്ല, ഞാനിവിടെ നിന്നോളാം, വിനീതേട്ടൻ പോയി മേടിച്ചിട്ട് വാ എന്ന് ഗംഗ അപ്പം മറുപടി പറയും കേട്ടോ. അപ്പോൾ അവരങ്ങോട്ട് പോകുമ്പോൾ എല്ലാവരും കടലിൽ കാല് നനയ്ക്കുന്ന കാണുന്ന ഗംഗയ്ക്കും കടൽ വെള്ളത്തിൽ ഇറങ്ങാൻ കൊതി തോന്നും. അപ്പോൾ പതിയെ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പം വിനീത് എവിടെ നിന്നോ എന്ന പോലെ ഓടി വന്ന് ഗംഗയെ വലിച്ചു കയറ്റുക. നീ ഇതെന്ത് പരിപാടിയാണ് ഗംഗയെ കാണിക്കുന്നേ എന്ന് ചോദിക്കുക. എന്താ വിനീതേട്ടാ, ഞാൻ പതിയെ ഈ കടലിലോട്ടൊന്ന് ഇറങ്ങാൻ നോക്കിയതല്ലേ. കടലിലോട്ടൊന്നും ഇറങ്ങണ്ട, എത്ര അപകടമാണെന്ന് അറിയാവോ? തിരമാല വന്ന് നിന്നെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? അതുകൊണ്ട് ഗംഗ ഇറങ്ങണ്ട, എൻ്റെ ഗംഗയ്ക്ക് വല്ലതും പറ്റും എന്ന് പറഞ്ഞ് ഗംഗ വെള്ളത്തിൽ പോലും ഇറങ്ങാൻ നമ്മുടെ വിനീത് സമ്മതിക്കില്ല കേട്ടോ. പെട്ടെന്നാണ് ബേബി ചേട്ടൻ നിന്നിടത്തേക്ക് ഗംഗ നോക്കുന്നത്. ബേബി ചേട്ടനാണെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടൊക്കെ സംസാരിച്ചതുകൊണ്ട് തന്നെ ഗംഗ ചോദിക്കും, അല്ല വിനീതേട്ടാ, ബേബി ചേട്ടൻ എന്തേ എന്ന് ചോദിക്കാം. ബേബി ചേട്ടൻ കടലിൽ കണ്ടുകൊണ്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് നോക്കുമ്പോൾ ബേബി ചേട്ടൻ അവിടെ കാണുന്നില്ല. അയ്യോ, ബേബി ചേട്ടൻ ഇനി എന്തെങ്കിലും കടുങ്കൈ ചെയ്തോ വിനീതേട്ടാ എന്ന് ഗംഗ ചോദിക്കാം. അപ്പം സലിമിക്ക അങ്ങോട്ട് വരിക. എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കാം. സലിമിക്ക, ബേബി ചേട്ടനെ കാണുന്നില്ല. ബേബി ചേട്ടൻ ഇനി കടലിൽ വല്ലതും ചാടിയോ? ഇന്ന് അദ്ദേഹത്തെ ആ തേച്ചിട്ട് പോയ പെണ്ണിൻ്റെ ഓർമ്മ വന്നൊക്കെ പറഞ്ഞതല്ലേ, എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട് എന്ന് പറയണം കേട്ടോ. അപ്പോൾ സലിമൊക്കെ പറയും, ഒന്ന് പോടാ, ബേബി ചേട്ടൻ അതൊക്കെ വെറുതെ പറഞ്ഞതാ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും എന്ന് പറയാം. എന്നിട്ട് അവരവിടെ എല്ലാം ബേബി ചേട്ടനെ തപ്പുവേ, പക്ഷെ ബേബി ചേട്ടനെ ഒരിടത്തും കാണുന്നില്ല. അയ്യോ, എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിനീത് ആ മണലിലേക്ക് അങ്ങോട്ട് ഇരിക്കുമോ. ബേബി ചേട്ടൻ അപ്പം രണ്ടും കൽപ്പിച്ച ഇങ്ങനൊരു തീരുമാനം എടുത്തത് സലിമിക്ക. ഇന്ന് രാവിലെ തന്നെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ ആകെ മൊത്തം മാറ്റം. എന്നോട് നിർബന്ധിച്ച് ഗംഗയായിട്ട് തിരുവനന്തപുരത്ത് പോകണമെന്ന് പറഞ്ഞു.
അതിന് വണ്ടി ഏർപ്പാടാക്കി തന്നു. എല്ലാം ബേബി ചേട്ടൻ്റെ തീരുമാനത്തിനനുസരിച്ചാണ് നടന്നത്. ഇങ്ങനൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ടാ ബേബി ചേട്ടൻ നമ്മളോടൊപ്പം ഈ യാത്രയ്ക്ക് വന്നത് തന്നെ. കണ്ടില്ലേ ഇപ്പൊ കടലിൽ ചാടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് വിനീത് അവിടെ നിന്ന് കരയാ. പോട്ടടാ, നമ്മുടെ ബേബി ചേട്ടൻ ഒന്നും സംഭവിക്കില്ല, ലൈഫ് ഗാർഡ്സ് നോക്കുന്നുണ്ടല്ലോ, ഒരാപത്തും ഉണ്ടാകില്ല എന്ന് പറയാൻ കേട്ടോ. പെട്ടെന്ന് ഗംഗയുടെ അടുത്തേക്ക് ഒരു ലൈഫ് ഗാർഡ്സ് എല്ലാവരോടും വന്ന് ചോദിക്കുക, അല്ല നിങ്ങളുടെ ബേബിയെ എത്ര മാസമുള്ള ബേബിയെ കാണാതായത് എന്ന് ചോദിക്കുക. ഞങ്ങളുടെ ബേബിയോ എന്ന് അപ്പോൾ ഗംഗ ചോദിക്കും കേട്ടോ. അല്ല നിങ്ങളുടെ കുഞ്ഞിനെയല്ലേ കാണാതായത് എന്ന് ചോദിക്കുക. അയ്യോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ, ഇത് ബേബി എന്ന് പറയുന്ന ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരനെ കാണാതായത് എന്ന് ഗംഗ അപ്പം മറുപടി പറയും. ഓ ശരി, ഞങ്ങൾ ഇവിടെ എല്ലാം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ, ഇതത്ര അപകടകരമായ ഏരിയ അല്ല, ഇവിടെ അങ്ങനെ എന്തെങ്കിലും പറ്റിയാൽ പോലും നമുക്ക് രക്ഷിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയാം. ശരി സാർ. അപ്പോൾ ഗംഗ പറയും, ആൾക്ക് വളരെ വിഷമകരമായിട്ടുള്ള ഒരു പാസ്റ്റ് ഉള്ളതാ, അതിൻ്റെ ഓർമ്മയിലായിരുന്നു എന്ന് ഗംഗ മറുപടി പറയും കേട്ടോ. കുട്ടി ടെൻഷൻ ആവണ്ട, നമുക്ക് നോക്കാം എന്ന് പറയാണ്. എല്ലാവരും ബേബി ചേട്ടൻ്റെ തിരോധാനം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്നാണ് നമ്മുടെ ബേബി ചേട്ടൻ 4 കാലിൽ കുടിച്ച് അങ്ങോട്ട് കയറി വരുന്നത്. എന്താ ഇവിടെ? അല്ല അത് ആരെ ഇരിക്കുന്നേ, കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ എന്ന് വിനീതിൻ്റെ സലിമയ്ക്കും കണ്ടുമ്പം ബേബി ചേട്ടൻ മനസ്സിൽ പറയാം, അല്ല വിനീതല്ലേ, അയ്യോ അത് സലിമല്ലേ, ഇവരെന്താ ഇവിടെ എന്നും പറഞ്ഞ് ഓടി ചെല്ലുക. എടാ മോനെ വിനീതേ, നീ എന്തിനാടാ കരയുന്നത്, നിന്റെ ഗംഗ കടലിൽ ചാടിയോടാ എന്ന് ചോദിക്കുക. ദേ ബേബി ചേട്ടൻ എന്ന് വിനീത് അപ്പം പറയും. എൻ്റെ ബേബി ചേട്ടൻ ഇത് എവിടെ പോയതാ? അപ്പോൾ കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതല്ലേ? ഒന്ന് പോടാപ്പാ, ഞാനെന്തിനാ കടലിൽ പോയി ചാടുന്നേ എന്ന് ബേബി ചേട്ടൻ അപ്പോൾ ചോദിക്കുക. പിന്നെ എന്താ ഉണ്ടായത്, ബേബി ചേട്ടൻ ഇത് എവിടെ പോയതാ? അപ്പോൾ സലിമൊക്കെ പെട്ടെന്ന് ചോദിക്കും, ഇത് എന്ത് കോലോ ബേബി ചേട്ടാ എന്ന് ചോദിക്കുക. ബേബി ചേട്ടനല്ലേ പറഞ്ഞത് മദ്യപാനമൊക്കെ നിർത്തി, നിങ്ങൾക്ക് എന്തോ ബോധോദയം ഉണ്ടായെന്നൊക്കെ, എന്നിട്ടെന്താ ഇങ്ങനെ മദ്യപിച്ച് വന്ന് നിൽക്കുന്നത് എന്ന് ചോദിക്കുക. അത് പിന്നെ ഈ ബേബി ചേട്ടൻ ഓരോരോ പ്രലോഭനത്തിൽ വീണു പോയടാ. ബേബി ചേട്ടൻ്റെ മനസ്സ് ഒരു ലോലഹൃദയമാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഈ ലോലഹൃദയനായ ബേബി ചേട്ടനെ ആരെങ്കിലും പ്രലോഭിപ്പിച്ചാൽ ഞാൻ അതിൽ വീണു പോകുമെടാ എന്ന് പറയാണ് കേട്ടോ. പെട്ടെന്ന് ലൈഫ് ഗാർഡ്സ് എല്ലാം അങ്ങോട്ട് വരിക. അല്ല ഇതാരാ എന്ന് ചോദിക്കുക. അപ്പം ഗംഗയാണെങ്കിൽ എന്തോ മറുപടി അവരോട് പറയണം എന്നറിയാതെ നിൽക്കുക. അത് പിന്നെ ഇതാ ബേബി ചേട്ടൻ, കാണാതെ പോയെന്ന് ഞങ്ങൾ പറഞ്ഞ ബേബി ചേട്ടൻ എന്ന് വിനീത് ചാടിക്കേറി പറയൂട്ടോ. നിങ്ങളെന്താ ആൾക്കാരെ പൊട്ടന്മാരാക്കുവാണോ എന്ന് ആ ലൈഫ് ഗാർഡ്സ് ഉദ്യോഗസ്ഥരെല്ലാം കൂടി ചോദിക്കുക. ലൈഫ് ഗാർഡ്സ് എല്ലാം കൂടി പറയും, നിങ്ങൾ എത്ര വലിയ തെറ്റ് ചെയ്യുന്നതെന്ന് അറിയാവോ, ലൈഫ് ഗാർഡ്സ് ഉദ്യോഗസ്ഥരെ ഇങ്ങനെ മണ്ടന്മാരാക്കി കഴിഞ്ഞാൽ, കേസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണേ പോയി അഴി എണ്ണാം എന്ന് പറയാം. സോറി സാർ, ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാ, ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു എന്നും പറഞ്ഞ് ഗംഗ അവിടെ നിന്ന് സംസാരിക്കുകയാണ് കേട്ടോ. കുട്ടി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാം. പെട്ടെന്ന് ഗംഗ അവരെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവുക. അപ്പം അത് കാണുന്ന ഉദ്യോഗസ്ഥരെല്ലാം കൂടി പരസ്പരം നോക്കി നിൽക്കുക. ഏതോ പട്ടിക്കാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു, ഒരു വിവരവും ബോധമില്ല, അതിൽ ഇച്ചിരി ബോധമുള്ളത് ആ പെങ്കൊച്ചിനാ, പാവം. അതിന് ഇങ്ങനെ ഇവന്മാരുടെ കൂടെ വരേണ്ട അവസ്ഥ വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം എന്ന് പറയാം. അതെ എന്നും പറഞ്ഞ് ഗംഗയുടെ അവസ്ഥ കണ്ട് എല്ലാവരും ഇങ്ങനെ സഹതപിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഗംഗയ്ക്ക് ആകെ ബുദ്ധിമുട്ടായില്ലേ എന്ന് വിനീത് അപ്പം ചോദിക്കാം. എനിക്ക് വിശക്കുന്നു വിനീതേട്ടാ എന്ന് ഗംഗ അപ്പം പറയൂ കേട്ടോ. അയ്യോ ഗംഗയ്ക്ക് വിശക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കാം എന്ന് പറയാം. സമയം നമ്മുടെ നരേൻ്റെ വീട്ടിൽ നരൻ റൂമിൽ ആകെ ചിന്തിച്ചിങ്ങനെ നടക്കുക. ശിവരാജൻ്റെ ഇന്നത്തെ പ്രവൃത്തി നരനെ അത്രയ്ക്കധികം തകർത്ത് കളഞ്ഞു. തൻ്റെ മുത്തശ്ശനെ കൊല്ലാൻ നോക്കിയിരിക്കുകയാണ്. അയാളെ ഇനിയും വളർത്താൻ അനുവദിച്ചാൽ തൻ്റെ കുടുംബത്തെ തന്നെ അയാൾ ഇല്ലാതാക്കും എന്നൊക്കെ നരന് ബോധ്യപ്പെടുകയാണ് കേട്ടോ. പെട്ടെന്ന് മുത്തശ്ശി റൂമിലേക്ക് കയറി വന്ന് വാതിൽ കൊട്ടുക. നരൻ വാതിൽ തുറക്കും. മുത്തശ്ശിയായിരുന്നോ? മുത്തശ്ശി എന്തിനാ ഇത്ര ബുദ്ധിമുട്ടി ഇങ്ങോട്ട് കയറി വന്നത്? എന്നെ വിളിച്ചാൽ പോലായിരുന്നോ? ഞാൻ ഇറങ്ങി വരുമായിരുന്നല്ലോ എന്ന് പറയാം. അപ്പം എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. ഇന്ന് നടന്നതൊക്കെ എൻ്റെ മോൻ മറന്നു കള എന്ന് പറയാണ്. ഞാൻ എങ്ങനെയാ മുത്തശ്ശി അത് മറന്നു കളയുക? മുത്തശ്ശിനെ കൊല്ലാനാ ഇന്ന് അയാൾ നോക്കിയത്. അയാൾ ചെയ്തത് ശരിയാണെന്നാണോ മുത്തശ്ശി പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾക്ക് 2 പെൺകുട്ടികളുണ്ടായപ്പം ഞങ്ങളുടെ കണ്ണടയ്ക്കുന്നത് വരെ അവർ 2 പേരും ഞങ്ങളുടെ കൂടെ വേണമെന്നാണ് ഞാനും നിൻ്റെ മുത്തശ്ശനും ആഗ്രഹിച്ചത്. പക്ഷേ അതിലൊരാളെ കണ്ടു തീരുന്നതിന് മുന്നേ തന്നെ ദൈവം വിളിച്ചു. ഞങ്ങൾക്കൊരു മരുമകനായിരുന്നില്ല, ഞങ്ങൾക്ക് മകനായിരുന്നു. നിന്റെ മുത്തശ്ശന് ഒരു കൈത്താങ്ങായിരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട 2 മക്കളെയും ദൈവം ഒരുപോലെ ഒരുമിച്ചങ്ങ് വിളിച്ചു. ഇപ്പം ബാക്കിയുള്ളത് എനിക്ക് അവൾ മാത്രമല്ലേടാ എന്ന് ചോദിക്കാൻ കേട്ടോ. ചെറിയമ്മയ്ക്ക് ഇങ്ങനൊരു ബന്ധം വേണോ മുത്തശ്ശി എന്നപ്പം നമ്മുടെ നരൻ ചോദിക്കും. മോനെ, ആറ്റുനോറ്റ് ഒരുപാട് വർഷത്തെ നേർച്ചയും കാഴ്ചയ്ക്കും ഫലം കണ്ടിരിക്കുക. അവൾക്ക് വിശേഷമുണ്ടടാ. ഇപ്പം അവൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഭർത്താവിനെ മാത്രമല്ല, അവളുടെ കുഞ്ഞിൻ്റെ
എൻ്റെ അച്ഛനും കൂടിയാ. അങ്ങനെയുള്ളപ്പം ഞാൻ എങ്ങനെയാ പറയുക അവനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പം നരേനും ആകെ നിസ്സഹായനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. മോനെ, ഒരു പെണ്ണിന് അവളുടെ ഭർത്താവിൻ്റെ യഥാർത്ഥ സ്വഭാവം ഇന്നാകും മനസ്സിലായെന്നാണോ നീ കരുതുന്നത്? നിന്റെ ചെറിയമ്മയ്ക്ക് ഇതൊന്നും ഇന്ന് മനസ്സിലായതല്ല. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അവളെല്ലാം മനസ്സിലാക്കിയതാ. കല്യാണത്തിന് ശേഷം ഒരു പെണ്ണിന് അവളുടെ ഭർത്താവിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ വർഷങ്ങളുടെയോ മാസങ്ങളുടെയോ കണക്കൊന്നും ആവശ്യമില്ല. ഒരു ദിവസം തന്നെ ധാരാളമാ എന്ന് പറയാം. എന്നിട്ടും അവന് സഹിച്ച് അവൾ നിന്നിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കേറെ അവനെ സ്നേഹിക്കുന്നത് കൊണ്ടാകില്ലേ എന്ന് ചോദിക്കുകയാണ്. അവളുടെ ജീവിതം കൂടി ഇനി നശിച്ച് കാണാൻ ഞങ്ങൾക്ക് വയ്യടാ. അവന് വേണ്ടത് സ്വത്തും പണവും ഒക്കെയല്ലേ. നിനക്കിതിലൊന്നും ഒരു താല്പര്യമില്ല. എല്ലാം അവൻ എടുത്തോട്ടെ. പക്ഷേ നിന്റെ അച്ഛനും അമ്മയ്ക്കും അവകാശപ്പെട്ടതൊന്നും അവൻ്റെ കൈകളിൽ എത്തിച്ചേരാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് ഒരു ഭാഗം വെയ്പ്പ് നടത്തണം. അവനെ നിന്റെ മുത്തശ്ശൻ തന്നെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. മുത്തശ്ശി, ഈ സ്വത്തോ പണവോ ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് എൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെ മാത്രമാണ്. അവരുടെ ജീവന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തി ഇനിയും അയാളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ പിന്നെ അവൻ്റെ കഴുത്തിന് മുകളിൽ തലയുണ്ടാകില്ല എന്ന് മുത്തശ്ശനും മുത്തശ്ശിയും മരുമകനോടൊന്ന് ഉപദേശിച്ചേക്കണം എന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും മുത്തശ്ശി അവിടെ നിന്ന് കരയാ. പോട്ടടാ, ഞങ്ങൾക്ക് വേണ്ടി നീ അവനോടൊന്ന് ക്ഷമിക്കുക എന്ന് പറയാ. നിന്റെ ചെറിയമ്മയുടെ സന്തോഷത്തിന് വേണ്ടി അവള് ഇന്ന് അത്രയേറെ സന്തോഷിക്കേണ്ട ദിവസമാണ്. അവൾക്ക് ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ എല്ലാ ദൈവങ്ങൾക്കും പോയി നന്ദി പറയാനായിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പോയത്. തിരിച്ചു വരുമ്പം കാണുന്നത് ഇങ്ങനൊരു കാഴ്ച. ഇപ്പം ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകളൊന്നും അവൾക്ക് നൽകാൻ പാടില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മുടെ നരേനും നിൽക്കുകയാണ് കേട്ടോ. മുത്തശ്ശനും മുത്തശ്ശിക്കും ശരിയെന്ന് തോന്നുന്ന എന്ത് പ്രവൃത്തിയും ചെയ്യാം, ഞാനതിനെ ചോദ്യം ചെയ്യാനായിട്ട് നിൽക്കത്തില്ല എന്ന് പറയാൻ കേട്ടോ. ഈ സ്വത്തും പണവും എല്ലാം പൊതിഞ്ഞു പിടിച്ചിട്ട് ഞങ്ങൾക്കിനി എന്ത് നേടാനാ മോനെ ഉള്ളത് എന്ന് മുത്തശ്ശി വീണ്ടും ചോദിക്കുക. നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. പക്ഷേ ഈ കുടുംബത്തിലുള്ള ഒരാളുടെയും ജീവന് ആപത്തുണ്ടാകാൻ പാടില്ല. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി ഒരു നഷ്ടം കൂടി ഞാൻ സഹിക്കില്ല എന്നും പറയാൻ കേട്ടോ. അപ്പം മുത്തശ്ശിക്ക് ആകെ കരച്ചിൽ വരികയാണേ. ഇതേ സമയം അവരങ്ങനെ അന്വേഷിച്ച് ഒരു ഹോട്ടലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ ഗംഗയും കൂട്ടരും. എൻ്റെ പൊന്നു വിനീതേട്ട, നമ്മളിവിടെ വന്നിരിപ്പ് തുടങ്ങിയിട്ട് എത്ര നേരമായി? ഇത്രയും സമയമായിട്ടും അവർ ആഹാരമൊന്നും കൊണ്ട് തന്നില്ലല്ലോ എന്ന് പറയാം. ഇത് കേൾക്കുമ്പോൾ ബേബി ചേട്ടൻ പറയും, മോളെ, വലിയ വലിയ ഹോട്ടലിലൊക്കെ ഇങ്ങനെയാ എന്ന് പറയാം. നമ്മൾ എന്തിനാ ഇവിടെ വരെ വന്നത്? എത്ര ഹോട്ടലുകൾ നമ്മൾ കണ്ടതാ എന്ന് ചോദിക്കാം. അതൊക്കെ മോശം ഹോട്ടലാ ഗംഗയെ. ഗംഗയും കൊണ്ട് ഞങ്ങൾ അത്രയും മോശപ്പെട്ട ഹോട്ടലിൽ കയറുമെന്ന് ഗംഗയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് വിനീത് അപ്പം ചോദിക്കാണ് കേട്ടോ. പെട്ടെന്ന് ഒരു വെയിറ്റർ വന്ന് എന്താ വേണ്ടത് എന്ന് ചോദിക്കുകയാണേ. അപ്പം വിനീത് ചോദിക്കും എന്തൊക്കെയാണ് ഉള്ളത്. അപ്പം അവരുടെ കയ്യിലേക്ക് ഒരു കാർഡ് അങ്ങോട്ട് കൊടുക്കുക. മെനു കാർഡാണ് കേട്ടോ അത്. ഇത് നോക്കിയിട്ട് ഏത് ഫുഡാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഓർഡർ എടുക്കാൻ ഞാൻ വരാം എന്ന് പറയാൻ കേട്ടോ. അപ്പം ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് തന്നെ അതൊന്നും വായിക്കാനായിട്ട് വിനീതിന് സാധിക്കുന്നില്ല. നമ്മുടെ സലിമിക്കും വായിക്കാൻ പറ്റുന്നില്ല. ബേബി ചേട്ടൻ വായിച്ച് ഓരോന്നിൻ്റെ വില അയ്യോ 1000 എന്നൊക്കെ പറയാം. അപ്പോഴത്തേക്കും ഗംഗ പറയും നിങ്ങൾ പൊയ്ക്കോളൂ, ഞങ്ങൾ വിളിക്കാം എന്ന് പറയണേ. അപ്പം വെയിറ്റർ അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. എടാ മോനെ വിനീതെ, ഈ ഫുഡൊക്കെ നമ്മൾ കഴിക്കാൻ പോയാലേ നമ്മൾ 4 പേരും കൂടി ഇവരുടെ അടുക്കളയിൽ ഇരുന്ന് മാവ് ആട്ടേണ്ടി വരും. അത്രയ്ക്ക് വിലയാണ്. നിന്റെ കയ്യിൽ ഇത്രയും പൈസയൊക്കെ ഉണ്ടോ? സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ദോശയ്ക്ക് വരെ ഇവിടെ 1000 രൂപയൊക്കെ കൊടുത്തിരിക്കുന്നത് എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയാണ് വിനീത്. ഗംഗയും ഇവരുടെ കൂടെ വന്ന് താൻ പെട്ടുപോയല്ലോ എന്നുള്ള അവസ്ഥയിലാണ്. ഗംഗയ്ക്ക് അത്രയ്ക്ക് മടുപ്പായിട്ടുണ്ട് ഈ 3 പേരുടെയും കൂടെയുള്ള യാത്ര. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്.